നമുക്ക് അലീനയുടെ മനുഷ്യങ്ങളുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയിൽ അലീനയും കുട്ടി ബാലേന്ദ്രനും വീട്ടിലേക്ക് വന്നു. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു. ആ സമയം ബാലേന്ദ്രൻ പറഞ്ഞു, നീ ധൈര്യമായിട്ടിരിക്കുക. അങ്ങനെ കാറിൽ നിന്നിറങ്ങിയാലും അലീനയ്ക്ക് ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെയാവുമെന്ന് ഓർത്തിട്ട്. സിറ്റ് ഔട്ടിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ആ സൈഡിലേക്ക് മാറി നിന്നോ, ഞാൻ വിളിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ബാലേന്ദ്രൻ കഥയെ മുട്ടിക്കഴിഞ്ഞപ്പോൾ ബബിത കഥ തുറന്നു. ഓ, അച്ഛനോന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് ബാലേന്ദ്രൻ കയറി കഥ കടച്ചു. ഈ സമയത്ത് ബബിതയ്ക്ക് ഭയങ്കര ടെൻഷനായി. ബാലേന്ദ്രൻ ആ സമയത്ത് വരുമെന്ന് പെട്ടെന്ന് വിചാരിച്ചില്ലല്ലോ. അല്ലച്ചാ, അച്ഛൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്, പിന്നെ ആരാ? ഹോസ്പിറ്റലിലെ അമ്മയുടെ അടുത്ത് ആരെങ്കിലും വേണ്ടേ? അമ്മയെ നോക്കാനായിട്ട് ആരെങ്കിലും വേണ്ടേ? അത് നിന്റെ കുഞ്ഞമ്മയുടെ ഭർത്താവും പിന്നെ ഡോക്ടേഴ്സൊക്കെ ഉണ്ട്, അത്ര ആൾക്കാർ പോരെ അവിടെയെന്ന് ചോദിച്ചു. ബബിതയൊന്നും മിണ്ടിയില്ല. ബാലേന്ദ്രന്റെ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രോഹിത്തും ഹരിശങ്കറും ഒക്കെ അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. ബാൽക്കണി ഇന്ന് കൃഷ്ണമോള് നോക്കി. അച്ഛൻ വന്നു. അവൾക്ക് സമാധാനമായി. ആ സമയത്ത് അവിടെ ടേബിളിലിരുന്ന് ചായ കുടിക്കുന്നുണ്ടായിരുന്ന കമല പിന്നീട് അവിടെയൊക്കെ ചുറ്റും നോക്കിയിട്ട് ചോദിച്ചു, അല്ല അലീന എന്തിയെ എന്ന് ചോദിക്കുകയാണ്. ആരും ഒന്നും മിണ്ടുന്നില്ല. അല്ല അലീനയെ കണ്ടില്ല, അലീനയെന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, അല്ല ബാലേന്ദ്രൻ എന്തിനാ ഇപ്പം അലീനയെ അന്വേഷിക്കുന്നേ? എന്താ വേണ്ടേന്ന് ചോദിച്ചു. ആ എനിക്ക് രസഗുള വേണമെന്ന് പറയണം. രസഗുളയോ? അതെ, രസഗുളികയല്ല, രസഗുള. അറിയില്ലെന്ന് ചോദിക്കുകയാണ്. അത് കേട്ടതും കമല ഒരന്താളിപ്പോടുകൂടി ബാലേന്ദ്രനെ നോക്കി. എന്താ കമലയെടുത്തിക്ക് അറിയില്ലേ? അല്ല അത് പിന്നെ അതെ അലീനയ്ക്ക് ഉണ്ടാക്കാൻ അറിയാം. ഓ, കമലയെടുത്തിക്ക് ഉണ്ടാക്കാൻ അറിയത്തില്ലായിരിക്കും അല്ലേ? അതാ ഞാൻ പറഞ്ഞേ അലീനയെ വിളിക്കാനായിട്ട്. അവള് നല്ല രുചിയോടുകൂടി ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞു. അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് മനസ്സിലായി താൻ പെട്ടെന്നുള്ള കാര്യം. പെട്ടെന്ന് കമല പറഞ്ഞു, അലീന ഇവിടെ ഇല്ലെന്ന് പറയാ. അലീന ഇവിടെ ഇല്ലേ? പിന്നെ അവളിത് എവിടെ പോയി? ആ, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ബാലിക്കണ്ട അവിടെ ശിവൻ വന്നിട്ട് പറഞ്ഞു, എന്തിനാ ബാലേന്ദ്രൻ ഇപ്പം അലീനയെ അന്വേഷിക്കുന്നേ? കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ, അവൾ ഇവിടെ ഇല്ലാന്ന് പറയണ. ബാലേന്ദ്രൻ പെട്ടെന്ന് ബബിതയുടെ അടുത്ത് എന്നിട്ടിച്ചു, അല്ല ബബിതേ, നിനക്കറിയാം അവൾ എവിടെ പോയെന്ന്? എനിക്കറിയില്ല. അവിടെ നിന്ന് രോഹിത്തിനോട് ചോദിച്ചു, എനിക്കും അറിയില്ല എന്ന് പറയണ. അവർക്കാർക്കും അറിയില്ല. ആ സമയത്ത് കമലയുടെ അടുത്ത് എന്നിട്ട് ബാലേന്ദ്രൻ ഒന്നുകൂടെ ചോദിച്ചു, അല്ല കമലയുടെ അടുത്തേക്ക് ഇനി എന്തെങ്കിലും അറിവുണ്ടോ? എനിക്ക് എങ്ങനെ അറിയാനാ ബാലേന്ദ്ര? ഇനിയിപ്പോൾ അറിയാന്ന് പറയരുത്. അറിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമലയുടെ അടുത്ത് നിന്നുള്ള ആ വിളിയൊക്കെ അങ്ങോട്ട് മാറും. അപ്പോഴേക്കും കമലയുടെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പൊ ഈ വീട്ടിലുള്ള ആർക്കും അറിയില്ല അവൾ എവിടെ പോയെന്നല്ലേ? ആ ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറഞ്ഞു. പിന്നീട് ബാലേന്ദ്രൻ പുറത്തേക്ക് നോക്കിയിട്ട് വിളിച്ചു, അലീന എന്ന് വിളിക്കുകയാണ്. അപ്പോഴേക്കും അലീന കഥവ് തുറന്ന് അങ്ങോട്ടേക്ക് കയറി വന്നു. ആ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാവരും ഒരു നിമിഷം അമ്പരപ്പോട് ഞെട്ടി പരസ്പരം നോക്കണം. അലീനയോട് ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യുക, ബാഗൊക്കെ കൊണ്ട് അകത്ത് വെച്ചിട്ട് അവിടെ ഇരിക്കുന്ന ചൂലും കെടുത്തോണ്ട് ഞാൻ പറയണം. അല്ലച്ചാ, ചൂലെന്തിനാ ഇപ്പം? ഒന്ന് വൃത്തിയാക്കണ്ടേ, അതിനു വേണ്ടിയിട്ടാന്ന് പറയണം. അലീനയ്ക്ക് കാര്യമൊന്നും മനസ്സിലായില്ല. പിന്നീട് ബാലേന്ദ്രൻ എല്ലാവരോടുമായിട്ട് പറഞ്ഞു, അല്ല നിങ്ങൾക്കൊന്നും അറിയത്തില്ലോ അലീനെ എവിടെ പോയെന്ന്, എങ്ങോട്ടാ പോയെന്നും അറിയത്തുണ്ടായിരുന്നല്ലോ അല്ലേന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും അലീന അങ്ങോട്ട് വന്നു, ചൂലൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നു. ഈ സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, പറ അലീനെ, എന്താ സംഭവിച്ചെന്ന് പറ. ഇവിടെ നടന്നത് വളരെ വ്യക്തമായിട്ട് പറയണമെന്ന് പറയാം. അത് പിന്നെ അച്ഛ, നീ വളച്ചുകെട്ടില്ലാത്ത കാര്യത്തിലേക്ക് വാ. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് പിന്നെ നിന്നെ ആരാ ഇവിടെ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിച്ചു. അപ്പോഴേക്കും അലീന പറഞ്ഞു, അത് കമലാൻ്റെ ഭാഗമൊക്കെ പാക്ക് ചെയ്തു. പിന്നെ ഹരിശങ്കറും കമലാൻ്റെയും കൂടെ എൻ്റെ കയ്യെ പിടിച്ച് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. അതിന് ശേഷമോ പിന്നീട് എന്നെ പാലാ ബസ് സ്റ്റാൻഡിൽ കൊണ്ട് ഇറക്കി വിട്ടെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ കമലയുടെയൊക്കെ മുഖം മാറി. രോഹിത്തൊക്കെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. എല്ലാവരും വല്ലാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോഴേക്കും ബാലേന്ദ്രൻ ആ ചൂല് ഇങ്ങോട്ട് വാങ്ങി. ഇതെന്തിനാച്ചാ? ഇതും കൊണ്ട് ആവശ്യമുണ്ടെന്ന് പറയണം. പിന്നെ നേരെ കമലയുടെ അടുത്തേക്കുന്നു. അതെ, നിങ്ങൾക്കാരാ അധികാരം തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ മകളെ ഇറക്കി വിടാനെന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും കമല പറഞ്ഞു, ഇതേ ബാലേന്ദ്ര, സൂക്ഷിച്ച് സംസാരിക്കാനോ? ഇത്രയും നാൾ ഞാൻ ഏട്ടത്തിന്ന് വിളിച്ച് എന്തുകൊണ്ടാണെന്നറിയാവോ? അതെ, ബൈജയുടെ ഏട്ടൻ്റെ ഭാര്യ ആയതുകൊണ്ടാ. പ്രായത്തിന് എന്നേക്കാളും ഇളയതാ നിങ്ങൾ, എന്നിട്ട് പോലും ആ സ്ഥാനം തന്ന് നിങ്ങളെ ഞാൻ ബഹുമാനിച്ചു. പക്ഷെ ഇപ്പം നിങ്ങളുണ്ടല്ലോ, അവിടുന്ന് താഴേക്ക് ഇറങ്ങി ഒരു പട്ടിയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്ന എൻ്റെ മുന്നിൽ. എന്നിട്ട് നിങ്ങളോ എൻ്റെ വീട്ടിൽ വന്ന് അധികാരം കാണിക്കാണ്ട് നിങ്ങൾക്കാരാ അവകാശം തന്നേന്നൊക്കെ ചോദിച്ചു. നിങ്ങളെ ഞാനുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അടിക്കാനായിട്ട് ഓങ്ങുവാണ്. ഈ സമയത്ത് ഒരു നിമിഷം ശിവശങ്കരനും ഹരിശങ്കരനും ഒക്കെ ഞെട്ടിപ്പോയി. അവരൊക്കെ ഇത്രയ്ക്ക് പ്രതീക്ഷിച്ചില്ല. അപ്പോഴേക്കും ശിവശങ്കരൻ ചോദിച്ചു, ബാലേന്ദ്ര, നീ ഇത് എന്ത് പരിപാടിയാണ് കാണിക്കണമെന്ന് ചോദിക്കണം.
എന്തു പരിപാടിയാ കാണിക്കണേന്നോ? കാണിക്കണ എന്താണെന്നും മനസ്സിലായില്ലല്ലേ? നിങ്ങളൊക്കെ കാണിച്ച ചെറ്റത്തരത്തിന് ഇതല്ല ഇതിലപ്പുറം തരണ്ടേന്ന് പറയണ. ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ കയറി വന്ന് അതിക്രമം കാണിക്കുക. പിന്നീട് കമലയുടെ നേർക്ക് ഓങ്ങുവാണ് ആ ചൂല്. ആ സമയത്ത് കമലയൊന്നും മിണ്ടാതിരിക്കുക. കമലയ്ക്ക് എന്ത് ചെയ്യണം നടത്തില്ല. കമലയ്ക്ക് മനസ്സിലായി പണി പാളി എന്നുള്ള കാര്യം. അപ്പോഴേക്കും ഹരിശങ്കർ അതിൻ്റെ ഇടയ്ക്കിലേക്ക് കയറി. ഹരിശങ്കർ വന്നിട്ട് പറഞ്ഞു, എൻ്റെ അമ്മയെ തൊട്ടുപോയാലെന്ന് പറയണം. തൊട്ടുപോയാലും നീ എന്ത് ചെയ്യൂടാന്ന് ചോദിച്ചോണ്ട് ഹരിശങ്കരോട്ട് 3-4 ചൂല് വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്ക് കമല കയറി കമലയ്ക്കിട്ടും അടി കൊടുക്കുകയാണ്. ആ സമയത്ത് ശിവശങ്കരൻ വന്നിട്ട് പറഞ്ഞു, എടാ നീ ഇത് എന്ത് പരിപാടിയാ ബാലേന്ദ്രനെ കാണിക്കുന്നേ? ഒന്നുമല്ലേലും നീ കുറെ എച്ചിൽ നിന്നല്ലേ കൈതയ്ക്കലും മാളി വീട്ടിലെ, എന്നിട്ടാണോടാ എച്ചിൽ നിന്ന കണക്കൊന്നും പറയാതിരിക്കുന്ന ശിവേട്ടാ നല്ലത്. അങ്ങനെയാണെങ്കിൽ എനിക്കും പലതും വിളിച്ചു പറയേണ്ട വരുമെന്ന് പറഞ്ഞു. ആ സമയത്ത് ശിവശങ്കരന്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പിന്നീട് ചോദിച്ചു, നിങ്ങൾക്ക് ആരാ അധികാരം തന്നെ? ഇതേ കൈതയ്ക്കൽ മാളി വീടല്ല, നെടുമ്പരയ്ക്കൽ വീടാണ്, ബാലേന്ദ്രന്റെ വീട്. ഈ വീട്ടിൽ വന്ന് അധികാരം കാണിക്കാനായിട്ട് ഞാൻ ആരെ ഏർപ്പാടാക്കിയിട്ടൊന്നുമില്ല. ആ സമയത്ത് ഹരിശങ്കർ നല്ല ദേഷ്യമായിരുന്നു. ഹരിശങ്കർ താൻ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു വീണ്ടും വരുവാണ്. ഒറ്റ തൊഴിയായിരുന്നു ഹരിശങ്കറിൻ്റെ. പോടാന്നും പറഞ്ഞോണ്ട് അയ്യോ എൻ്റെ മോനെന്നും പറഞ്ഞോണ്ട് കമല ഓടിച്ചെന്ന് അവനെ പിടിക്കുകയാണ്. ഒരു വിധത്തിൽ പിടിച്ചെഴുന്നേപ്പിച്ചു. ശിവശങ്കരനൊക്കെ പേടിച്ചു പോയി. ബാക്കി എല്ലാവരും ഇങ്ങനെ അന്താളിപ്പോടെ നിൽക്കുകയാണ്. ബാൽക്കടയിൽ നിന്ന് ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊടുന്ന കൃഷ്ണമോൾക്ക് ഭയങ്കര സന്തോഷമായി. രക്ഷപ്പെട്ടു. അച്ഛൻ്റെ മാസ് പ്രകടനങ്ങളൊക്കെ ഇങ്ങനെ കാണുവാണ്. ആ സമയത്ത് ഹരിശങ്കർ പതുക്കെ എഴുന്നേറ്റ് വരുക. ബാലേന്ദ്രൻ നോക്കിയിട്ട് പറഞ്ഞു, തന്നെ വെറുതെ വിടില്ല എന്നൊക്കെ പറഞ്ഞ് കൈയും കൊണ്ട് ഇങ്ങനെ ചൂടണം. ഒന്ന് പോടാ അവിടുന്ന്, അല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. ആ സമയം ശിവശങ്കരൻ പറഞ്ഞു, നീ എൻ്റെ മോനെ ഉപദ്രവിച്ചല്ലേ? മോനെ ഉപദ്രവിക്കാനോ? ഇവനെയൊക്കെ എനിക്ക് കൈയും കൊണ്ട് തൊടാനായിട്ട് അറപ്പാ. അതുകൊണ്ടാണ് ഞാൻ കുറ്റിച്ചോലും പിന്നെ ഒരു തൊഴി അങ്ങോട്ട് കൊടുത്തത്. ഇനി ഇവിടെ ഇവനെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവനൊന്നും ഞാൻ വെറുതെ വെച്ചേക്കില്ല എന്ന് പറയാണ്. ഓടിക്കണം അല്ലാത്ത അടിച്ചിറക്കുമെന്ന് പറഞ്ഞിട്ട് വീണ്ടും കുറ്റിച്ചൂലുമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ കമലെ ഹരിശങ്കറും ഒക്കെ പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ്. ആ സമയത്ത് ശിവശങ്കരനും അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ആ സമയം ശിവശങ്കരൻ പറഞ്ഞു, ബാലേന്ദ്ര നീ ഇത് ചെവിയെ നുള്ളിക്കോ. നീ ആരെയും നോവിച്ചു വിട്ടേന്നുണ്ടല്ലോ, ഉറപ്പായിട്ടും ഇതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് നിനക്കിട്ട് ഞാൻ തന്നിരിക്കുമെന്ന് പറയണോ. ഒന്ന് പോടോ അവിടെ നിന്ന് ഇറങ്ങി എന്ന് ബാലേന്ദ്രൻ പറഞ്ഞു. പുറത്തേക്ക് ഇറങ്ങിയിട്ട് ശിവശങ്കരൻ പറഞ്ഞു, ദേ ഇനിയിപ്പം രോഹി ബബിതെ നിങ്ങൾ കേൾക്കാൻ വേണ്ടിയാ പറയണേ. നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല. അവൾക്ക് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. നിങ്ങൾക്ക് വരണമെങ്കിൽ ഞങ്ങളോടൊപ്പം വരാം. എന്ത് വേണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളാൻ പറയണം. ഇത് കേട്ടപ്പോൾ രോഹിതും ബബിതയൊക്കെ പരസ്പരം നോക്കുകയാണ്. പിന്നീട് ശിവശങ്കരൻ പറഞ്ഞു, ഇതേ ഇവിടെ ഈ കാണുന്ന വസ്തുവകകളും സ്വത്തുക്കളും എല്ലാം കൂടെ ഈ ബാലേന്ദ്രൻ ഉണ്ടല്ലോ അവൻ്റെ രഹസ്യപുത്രിക്ക് എഴുതി കൊടുക്കാനായിട്ട് പോവാ. നിങ്ങളിവിടെ നോക്കി നിന്നോ, വരുന്നുണ്ടെങ്കിൽ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം പോരാൻ പറയണം. അത് കേട്ടപ്പം ബബിതയും രോഹിതും പരസ്പരം നോക്കിയിട്ട് പിന്നീട് രോഹിത് ബാലേന്ദ്രനോട് ചോദിച്ചു, അച്ഛൻ അവളെ ഇവിടെ നിർത്താൻ പോവാണ്. അമ്മ ഈ പരുവാക്കിയത് അലീനെ ഒറ്റ എഴുത്തിയാ. അവള് കാരണം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അവളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്ന് അച്ഛൻ ആഗ്രഹമില്ലേ? ഇല്ല, അവളെ ഇവിടുന്ന് പറഞ്ഞു വിടാൻ പോകുന്നില്ല. അവളെ അനുസരിക്കാൻ പറ്റുന്നവരൊക്കെ ഈ വീട്ടിൽ നിന്നാൽ മതി, അല്ലാത്തൊരുന്ന് ഇവിടെ നിൽക്കണ്ടെന്ന് പറയാണ്. അത് കേട്ടപ്പോൾ രോഹിത്തിന് ദേഷ്യം വന്നു. ഓഹോ, അപ്പം അങ്ങനെയാണല്ലേ? അതെ, അതിനൊരു മാറ്റമല്ലെന്ന് പറയണം. രോഹിത്തിന് ദേഷ്യമായി. രോഹിത് ബബിതയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, ദേ ബബിതെ നീ വരുന്നുണ്ടേ പോരെ, ഞാൻ എന്തായാലും ഇറങ്ങാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. രോഹിത് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയം ബബിതയോട് ബാലേന്ദ്രൻ പറഞ്ഞു, ചെല്ലിയല്ല, നിനക്കും വേണമെങ്കിൽ നിനക്കും പോവാം. നീ എന്തിനാ നിൽക്കുന്നേ? നീ ആയിട്ട് ഇനിയിപ്പോൾ കുറയ്ക്കണ്ട. ദേ കൊല്ലപ്പള്ളി വീട്ടിലേക്കല്ലോ, അവിടെ പാനും തേനും ഒക്കെ ഒഴുക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ചെന്നാൽ കിട്ടും. ഇനി അവിടെ സ്വർഗമല്ലേ, സ്വർഗമാന്ന് പറയണം. ബാലേന്ദ്രനെ നോക്കിയിട്ട് ബബിതയും കൂടെ അങ്ങോട്ട് കയറി പോവാണ്. രണ്ടും തീരുമാനിച്ച്. അപ്പോഴേക്കും അലീന ബാലേന്ദ്രനോട് പറഞ്ഞു, അച്ഛാ അവരെ പറഞ്ഞു വിടല്ല അച്ഛാ, അവരോട് പോവല്ലെന്ന് പറ, എല്ലാം തകർന്നു പോന്ന് പറയാണ്. ബാലേന്ദ്രൻ പറഞ്ഞു, ദേ ഇത്രയും നാളും ഞാൻ തകരാതെ എല്ലാം നോക്കിക്കൊണ്ടിരുന്നേ, തകരാതിരിക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞു. അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ആ സമയത്ത് ബാബിതേ രോഹിത്തും തങ്ങളുടെ ഡ്രസ്സൊക്കെ ഭാഗ്യനകത്തൊക്കെ അടുക്കി വെക്കുവാണ്. ഈ സമയം കൃഷ്ണമോൾ അതൊക്കെ നോക്കിക്കൊണ്ട് ബാൽക്കണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നീട് രോഹിത്ത് ഇറങ്ങി വന്നിട്ട് കൃഷ്ണമോളോട് ചോദിച്ചു, അല്ല നീ വരുന്നില്ലേന്ന് ചോദിക്കുക കൊല്ലപ്പള്ളിക്ക്. എന്താ അവിടെ എന്താ ആനമുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചു. നീ ഇതും പറഞ്ഞോണ്ട് ഇവിടെ നിന്നോ. ആ സമയം കൃഷ്ണമോൾ പറഞ്ഞു, ചെല്ല കൊല്ലപ്പള്ളിക്ക് അല്ല, 10 ദിവസം കഴിയുമ്പോഴത്തേനും ദേ കമലാൻ്റെ എണ്ണാറ വരപ്പിക്കും നിങ്ങളെ അവിടെ ഇട്ട്. പിന്നെ ഒന്ന് പോടി അവിടുന്ന്, ഇവിടെ കിടക്കാനായിട്ട് എന്നെ കിട്ടില്ല എന്ന് പറയണം. പോയിക്കോ, ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇത്ര നല്ല സുഖ സൗകര്യത്തിന് അങ്ങോട്ട് ചെന്നിട്ടെ ഒടുവിൽ പണി കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും എന്താ ഏതാന്നൊക്കെ. ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് 100 വഴികൾ കാണും, പക്ഷെ അകത്തേക്ക് കയറാനായിട്ട് ഒറ്റ വഴി മാത്രമേ ഉള്ളൂ. അതെപ്പോഴും ഓർമ്മ വേണം. രോഹിത്തേട്ടന് ഒന്ന് പോടി അവിടുന്ന്, ഇനി എൻ്റെ പട്ടി ഇവിടേക്ക് തിരിച്ചു കയറും. അതെ, പട്ടിക്ക് ഇതിനേക്കാളും വില കാണും.
എന്ന് കൃഷ്ണമോൾ തിരിച്ചും പറഞ്ഞു. വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. രോഹിത് ദേഷ്യപ്പെട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിപ്പോയി. രോഹിത് ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ പറഞ്ഞു, പോയിക്കോ പോകുന്നതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ എത്ര നാളെ അമ്മാവന്റെ അമ്മായിമാരുടെ തണലിൽ ജീവിക്കും നമുക്ക് കാണാം. ഒരു സമയം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇങ്ങോട്ടേക്ക് കയറി വരേണ്ടി വരും. അത് തല കുനിച്ച് പിടിച്ച് മാത്രമേ വരാനായിട്ട് പറ്റുള്ളൂ. തല വീർത്തി വരാൻ പറ്റില്ലെന്ന് പറയണം. രോഹിത് മറുപടി ഒന്നും പറയാതെ കാറിനകത്തേക്ക് കൊണ്ട് പെട്ടിയെല്ലാം കൂടെ അങ്ങോട്ട് വെക്കുവാണ്. ഈ സമയത്ത് ബബിത ഇറങ്ങി വന്നു. ബബിതയോട് പറഞ്ഞു, അറിയാലോ നീ എങ്ങോട്ടേക്ക് പോണേന്ന്. കൊല്ലപ്പള്ളിക്കാ. നിന്റെ അമ്മായിയുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നീയില്ലേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അലീന പറഞ്ഞു, അതെ, എന്താണല്ലോ ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ തീരുമാനിച്ചു. പിന്നെ തിരിച്ചു വരണമെന്ന് തോന്നുമ്പോൾ ഇങ്ങോട്ടേക്ക് പോരെ. ആ സമയത്ത് നല്ല ദേഷ്യത്തോട് ബബിത പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വരാനോ? ഇവളുള്ളിടത്തോളം കാലം ഇവിടേക്ക് വരത്തില്ല. അലീന ഉള്ളിടത്തോളം കാലം അച്ഛന് പ്രധാനം അമ്മയല്ലല്ലോ, ഇവളെ അല്ലേന്ന് ചോദിക്കുകയാണ്. ഇവളോ? ഇത് കേട്ടപ്പം ബബിതയൊന്നും മിണ്ടിയില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ബബിതേ, ഇനിയിപ്പം എന്ത് തന്നെയാണ് ശരി, അലീന ഇവിടുന്ന് പറഞ്ഞു വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഓഹോ, അപ്പം അച്ഛന് ഞങ്ങളെക്കാളും ഒക്കെ പ്രധാനം ഇവളല്ലേ? ഇവള് കാരണമല്ലേ അമ്മയുടെ കാലും കൈയും ഒക്കെ ഒടിഞ്ഞത്? അത് അവളുടെ കയ്യിലിരിപ്പ് കാരണം. അവള് ചാടിപ്പോയതുകൊണ്ടല്ലേ സംഭവിച്ചേ. ശരി ആയിക്കോ പോയിക്കോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ബബിതയും പോയി കാറിലേക്ക് പെട്ടിയൊക്കെ വെക്കുവാണ്. ആ സമയത്ത് ശിവശങ്കരൻ ഇങ്ങനെ നോക്കി. ശിവശങ്കരൻ ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, അതെ, എൻ്റെ മക്കളെ ഇവിടെ വന്ന് പിടിച്ചോണ്ട് പോകുന്ന സമയത്തെ ഞാനൊന്നും മിണ്ടാതിരിക്കുന്നത് എന്താണെന്നറിയോ? എൻ്റെ മക്കളെ ഞാൻ വിട്ടുതരുന്ന. കാരണം അവരും അറിയണല്ലോ കൈതക്കൽ മാളിക വീട്ടിലെ ചോറിന്റെ കയ്പ് എന്താന്ന്. വൈജി അത് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എൻ്റെ മക്കളും മനസ്സിലാക്കാനുണ്ട്. അവരും കൂടെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേനും അവർക്ക് കാര്യങ്ങളൊക്കെ ബോധ്യമാവും. നിങ്ങളെ ഏതാന്നൊക്കെ അവർക്കും മനസ്സിലാവും. നിങ്ങളുടെ കയ്യിലിരിപ്പ് മനസ്സിലാവും എന്ന് പറയണം. അപ്പോഴേക്കും കമല ബബിതയോട് പറഞ്ഞു, ഇതൊന്നും നീ കേൾക്കണ്ട, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് പോവാണ്. ആ സമയത്ത് അലീനയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാറിലേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ദേഷ്യത്തോട് കൂടിയിട്ട് കമൽ പറഞ്ഞു, എന്ത് സംസ്കാരം ബാലേന്ദ്രൻ പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടോ? വൃത്തികെട്ടവന്. ഏതോ ഒരു പെണ്ണിന് പിഴച്ചുണ്ടായവളാ ആ അലീന എന്ന് പറയുന്നവള്. ബാലേന്ദ്രന്റെ അവിഹിത സന്തതി. എനിക്ക് കേട്ടിട്ട് തന്നെ അറപ്പ് തോന്നുന്നൊക്കെ പറയണ. അതിന് ശിവശങ്കരൻ മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ കാറങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രനോട് അലീന പറഞ്ഞു, വേണ്ടിയിരുന്നില്ല അച്ഛാ, അവര് ഇറക്കി വിടേണ്ടിയിരുന്നില്ല. ഇറക്കി വിടാന് ഞാൻ ഇറക്കി വിട്ടല്ലോ. അവര് സ്വയം മനസ്സാല പോയതല്ലേ. ഞാൻ പറഞ്ഞു അവരോട് ഇറങ്ങിപ്പോവാനായിട്ട്. അല്ലച്ചാ, അവര് പോയപ്പോ തടയണായിരുന്നു. തടയണായിരുന്നെന്ന്. കൊള്ളാം, നല്ല കഥയായി. അങ്ങനെ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ചിന്ത തോന്നും, അവരിവിടെ നിൽക്കേണ്ടത് എൻ്റെ ആവശ്യമാണ്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവർ കുറേ കാര്യങ്ങൾ കൂടി പഠിക്കാനുണ്ട്. ശരിക്കും തെറ്റേതാ ശരിയേതെന്ന് അവരറിയാനായിട്ട് പോകുന്നുള്ളൂ. അവരുടെ വിചാരം കൊല്ലപ്പള്ളി വീട് അതോടെ സ്വർഗമാന്നാ. എന്താണല്ലോ സ്വന്തം വീട്ടിലെ മുറിയോളം വരത്തില്ല, മറ്റുള്ള വീട്ടിലെ ഗസ്റ്റ് റൂം. അത് അവർ മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ. നീ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട മോളെ. അവരെ തടയാത്ത എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവർക്കൊരു പാഠമാണിത്. അവർ പഠിക്കേണ്ട പല കാര്യങ്ങളുണ്ട്. അവർ പഠിക്കണം. അവരെവിടെ പോകാനാ? അവരിങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു വരും. എനിക്കവർ തടയാൻ അറിയത്തില്ലാഞ്ഞിട്ടൊന്നും അല്ല തടയായിരുന്നേ. അവർ കുറച്ച് കാര്യങ്ങളും മനസ്സിലാക്കാനുണ്ട്. ഇത് ശരിക്കും അവർക്ക് പല പാഠങ്ങളും പഠിക്കാനുള്ള ഒരു കോഴ്സാണ്. ഈ കോഴ്സ് വിജയിച്ച് അവർ തിരിച്ചു വരട്ടെ എന്ന് പറയണം. അലീന ഒന്നും മിണ്ടാൻ നിൽക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നത്. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. അപ്പം നല്ല അടിപൊളി കഥയുമായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.